നമസ്കാരം. വയനാട്ടിലെത്തിയപ്പോൾ കൊച്ചിനടുത്ത് എന്തൊരു ഉമ്മവപ്പായിരുന്നു മോദിജി. മരിച്ചവരുടെയൊക്കെ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞതൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ്. ദുരന്തമുഖത്ത് വന്ന് ഷോ കാണിച്ചു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ലെന്ന് മാത്രമല്ല, മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ വീണ്ടും പ്രതിഷേധം ഉയരുകയാണ് ഇപ്പോൾ. സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഉണ്ടായ വിവാദത്തിന് പുറമെ കേന്ദ്രത്തിനെതിരെ പുതിയൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധനയ്ക്ക് പോലും നിരക്കിൽ കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയിട്ടില്ല. സംസ്ഥാന സർക്കാർ പണം അടയ്ക്കാത്തതിനാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി 2 മാസം പരിശോധന നടത്തിയില്ല. തുടർന്ന് 27.69 ലക്ഷം രൂപ രാജീവ് ഗാന്ധി സെന്ററിന് നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. DNA പരിശോധന സൗജന്യമായി നടത്തുമെന്നാണ് ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്ര സംഘം അറിയിച്ചിരുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് നടത്തിയത്. മാംസഭാഗങ്ങളും എല്ലും ഉൾപ്പെടെ 431 പോസ്റ്റ്മോർട്ടം സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി കണ്ണൂർ ലാബിൽ എത്തിച്ചത്. കാണാതായവരുടെ 172 ബന്ധുക്കളുടെ രക്തസാമ്പിളുകളും പരിശോധനയ്ക്കായി ശേഷിച്ചിരുന്നു. ഓഗസ്റ്റ് 3-ന് ആരംഭിച്ച പരിശോധനയിൽ 223 DNA സാമ്പിളുകൾ തിരിച്ചറിഞ്ഞു. 133 രക്തസാമ്പിളുകളും പരിശോധിച്ചു. അവശേഷിച്ച 208 സാമ്പിളുകളും കണ്ടെത്താനുള്ളവരുടെ ബന്ധുക്കളുടെ 39 സാമ്പിളുകളുമാണ് ഒക്ടോബർ 1-ന് രാജീവ് ഗാന്ധി സെന്ററിലേക്ക് അയച്ചത്. പോസ്റ്റ്മോർട്ടം സാമ്പിളുകളിൽ 148 സാമ്പിളുകളുടെയും DNA പ്രൊഫൈൽ കണ്ണൂർ ലാബിൽ തയ്യാറാക്കിയിരുന്നു. രക്തസാമ്പിൾ ഇവയുമായി താരതമ്യം നടത്തുന്ന ജോലിയെ ശേഷിച്ചിരുന്നുള്ളൂ. 60 സാമ്പിളുകൾ പൂർണ്ണമായും പ്രൊഫൈൽ കണ്ടെത്തി പരിശോധിക്കാനുമുണ്ട്. എന്നാൽ ഇതിന്റെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്നാണ് രാജീവ് ഗാന്ധി സെന്ററിൽ നിന്നുള്ള വിവരം. ക്രൈം കേസുകളിൽ ഉൾപ്പെടെ ദിവസേന ഒട്ടേറെ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളിലെ പരിശോധന വൈകുന്നതിനാലാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിക്ക് സാമ്പിളുകൾ കൈമാറിയതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. UPക്കും ഗുജറാത്തിനും അസാമിനും ഒക്കെ വാരിക്കോരി കൊടുത്ത കേന്ദ്ര സർക്കാരാണ്. UPയിലെ അതിദരിദ്രം 35%. 10 കൊല്ലം കഴിഞ്ഞു അവിടെ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട്. പിണറായി ഭരിക്കുന്ന കേരളത്തിലാവട്ടെ അത് വെറും 0.5%. അതാണ് മത സർക്കാരും മതരഹിത സർക്കാരും തമ്മിലുള്ള അന്തരം.